നമസ്കാരം. ഈ വർഷത്തെ മഹാശിവരാത്രിക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. മഹാദേവന്റെ പ്രധാന ദിനമായ ശിവരാത്രി ആഘോഷമാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഹൈന്ദവ വിശ്വാസികൾ. എല്ലാ വർഷവും ഫാൽഗുണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശിക്കാണ് മഹാശിവരാത്രി നാം ഏവരും ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ മഹാശിവരാത്രി ഫെബ്രുവരി 26-നാണ്. ഈ ദിവസം മഹാദേവനെ ആരാധിക്കുന്നതും വ്രതം അനുഷ്ഠിക്കുന്നതും ജീവിതത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യും എന്നാണ് പറയുക. മഹാശിവരാത്രിയിൽ മഹാദേവന്റെ ആരാധനയ്ക്ക് പ്രത്യേകമായ പ്രാധാന്യം തന്നെയുണ്ട്. ഈ ദിവസം ശിവഭക്തർ ഉപവസിച്ചും ആചാരങ്ങൾക്ക് അനുസൃതമായി ആരാധന നടത്തിയും പരമശിവനെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതുമാണ്. എന്നാൽ ചിലപ്പോൾ നാം അറിയാതെ ചെയ്യുന്നതായ ചില കാര്യങ്ങൾ നമുക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകും. ആരാധനയിൽ വരുത്തുന്നതായ ചില തെറ്റുകൾ നമ്മുടെ പ്രാർത്ഥനകളെ നിഷ്ഫലമാക്കി തീർക്കും. അതിനാൽ ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ശിവരാത്രി ദിനത്തിൽ കറുത്ത വസ്ത്രങ്ങൾ കഴിവതും ഒഴിവാക്കുക. വെള്ള, മഞ്ഞ അല്ലെങ്കിൽ ഇളം നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ വെളുത്ത നിറമാണ് എങ്കിൽ അത് പൂർണ്ണമായും വെളുത്ത നിറമാകുവാൻ പാടുള്ളതല്ല. അതിൽ മറ്റു നിറങ്ങളും വരേണ്ടത് അനിവാര്യമാണ്. സുമംഗലികൾ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കറുപ്പ് നിറം നെഗറ്റീവ് എനർജിയുമായി ബന്ധപ്പെട്ടതായി കണക്കാക്കുന്നു. അതിനാൽ ദേവനെ ആരാധിക്കുന്ന നേരത്ത് ഇത്തരത്തിലുള്ള വസ്ത്രം ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. പൂക്കൾ അർപ്പിക്കരുത്. ശിവന്റെ ആരാധനാ നേരത്ത് ചില പ്രത്യേക പൂക്കൾ അർപ്പിക്കുന്നത് ഭഗവാന്റെ കോപത്തിന് കാരണമായി തീരും. അതിൽ പ്രധാനമാണ് കൈത. കൈതപ്പൂവ് ഒരിക്കലും അനുഷ്ഠാനത്തിനായി ഉപയോഗിക്കരുത്. വിശ്വാസം അനുസരിച്ച് ഈ പൂക്കൾ പരമശിവന് അനിഷ്ടകരമായി കണക്കാക്കപ്പെടുകയും ആരാധനയിൽ നിഷിദ്ധമാവുകയും ചെയ്യുന്നതാണ്. പൂജാവേളയിൽ ശിവലിംഗത്തിൽ വെളുത്ത പൂക്കൾ അർപ്പിക്കുന്നത് ശുഭകരമായി കണക്കാക്കുന്നു. തുളസിയില അർപ്പിക്കുവാൻ പാടുള്ളതല്ല. ശിവരാത്രി ദിനത്തിൽ ദേവനെ ആരാധിക്കുമ്പോൾ പൂജയിൽ തുളസിയില ഉപയോഗിക്കരുത്. തുളസി മാതാവിനെ വിഷ്ണുദേവന്റെയും ലക്ഷ്മി ദേവിയുടെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. ശിവലിംഗത്തിൽ തുളസി സമർപ്പിക്കുന്നത് അശുഭകരമായി കണക്കാക്കപ്പെടുന്നു. കൂവളത്തില പരമശിവന് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒന്നാണ്. പക്ഷേ പൂജയിലും എപ്പോഴും പുതിയതും പൊട്ടാത്തതുമായ അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിക്കാത്തതായ കൂവളത്തിന്റെ ഇല ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. പഴയതോ കേടുപാടുകൾ സംഭവിച്ചതോ ആയ കൂവളയില സമർപ്പിക്കുന്നത് അത് ദോഷകരമായ ഫലം നൽകും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആരാധനയ്ക്ക് അനുകൂലമായ ഫലം നൽകുന്നതല്ല. ഏവരും ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തേതായ കാര്യം കുളിയുമായി ബന്ധപ്പെട്ടാണ്. എണ്ണ തേച്ച് ഇന്നേ ദിവസം കുളിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇപ്രകാരം തന്നെ ചെയ്യുവാൻ ശ്രമിക്കണം. ഇന്നേ ദിവസം എണ്ണ തേച്ചുള്ള കുളി നിഷിദ്ധം തന്നെയാണ്. ആ കാര്യത്തിന് പ്രാധാന്യം നൽകുക. മറ്റൊന്ന് പകൽ ഉറക്കമാണ്. പകൽ ഉറങ്ങുന്നത് പൊതുവെ ദോഷകരമായ കാര്യമാകുന്നു. എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യത്താൽ പലർക്കും പകലാണ് ഉറങ്ങുവാൻ സാധിക്കുക. എന്നാൽ ശിവരാത്രി ദിവസം ഈ കാര്യം പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പകൽ ഉറക്കം പാടുള്ളതല്ല. കൂടാതെ ഉറക്കമൊളിക്കുന്നതായ വ്യക്തികളും പകൽ ഉറങ്ങാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. സൂര്യാസ്തമനത്തിന് ശേഷം നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ്. വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം അന്നേ ദിവസം സൂര്യാസ്തമനത്തിന് ശേഷം ഉറങ്ങാം. പകലുറക്കം പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കുളിക്കാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇന്നേ ദിവസം 2 നേരം കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ ദിവസങ്ങളിൽ തീർച്ചയായും ക്ഷേത്ര ദർശനം നടത്തുന്നവർ അത് ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യവും കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും എന്ന് മനസ്സിലാക്കുക. ക്ഷേത്ര ദർശനം 2 നേരവും സാധിക്കുന്നവർ ചെയ്യുക. കൂടാതെ ക്ഷേത്ര ദർശനം നടത്തുന്നതായ അവസരത്തിൽ ഒരിക്കലും തിരക്കിട്ട് ക്ഷേത്ര ദർശനം നടത്താൻ പാടുള്ളതല്ല. അല്പസമയം
ക്ഷേത്രത്തിൽ നിങ്ങൾ ഇരിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം പരമശിവന്റെ അഥവാ മഹാദേവന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കുക. ഒന്നും ജപിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പഞ്ചാക്ഷരി മന്ത്രമെങ്കിലും നിങ്ങൾ 108 ജപിക്കുക. അതീവ ശുഭകരമാണ്. ഭഗവാന്റെ സന്നിധിയിൽ ഇരുന്ന് തന്നെ ജപിക്കുവാൻ സാധിക്കുന്നത് അതീവ ശുഭകരമാകുന്നു. പ്രത്യേകിച്ചും ശിവസന്നിധിയിൽ നിന്നും ലഭിച്ച ഭസ്മം അല്ലെങ്കിൽ വിഭൂതി അണിഞ്ഞതിന് ശേഷം ഇപ്രകാരം മന്ത്രം ജപിക്കുന്നത് ഇരട്ടി ഫലദായകം തന്നെയാകുന്നു. മറ്റൊരു കാര്യം സുമംഗലികളുമായി ബന്ധപ്പെട്ടാണ്. സുമംഗലികൾ താലി, കുങ്കുമം, കയ്യിൽ വളകൾ തീർച്ചയായും അണിയണം. ഒരിക്കലും അണിയാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കയ്യിൽ കുപ്പിവളകളാണ് അണിയേണ്ടത്. കയ്യിൽ കുപ്പിവളകൾ മറ്റ് സ്ത്രീകൾ അണിയുന്നതും അതീവ ശുഭകരമായ കാര്യം തന്നെയാകുന്നു. എന്നാൽ സുമംഗലികളായ സ്ത്രീകൾ തീർച്ചയായും താലിയും കുങ്കുമവും അണിയാതിരിക്കരുത്, സിന്ദൂരവും അണിയാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. സിന്ദൂരം അണിയാതിരിക്കുന്നത് ശുഭകരമല്ല, ആ കാര്യവും പ്രത്യേകം ഓർക്കണം. ഇന്നേ ദിവസം ഒരിക്കലും വെള്ള വസ്ത്രം അണിയുവാൻ പാടുള്ളതല്ല. ആ വസ്ത്രത്തിൽ മറ്റു നിറങ്ങളുണ്ട് എങ്കിൽ ആകാം, അല്ലാതെ വെള്ള നിറമുള്ള വസ്ത്രം മാത്രം അണിയാൻ പാടുള്ളതല്ല. അത് ശുഭകരമല്ല എന്നതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും വസ്ത്രത്തിനും നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകണം. പറയുന്നത് സുമംഗലികളുടെ കാര്യമാകുന്നു. കൂടാതെ കീറിയ വസ്ത്രം, മുഷിഞ്ഞ വസ്ത്രം ഇന്നേ ദിവസം അണിയുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകും. ആ വീടുകളിൽ നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും എന്നതാണ് വാസ്തവം. അതിനാൽ കീറിയ വസ്ത്രം, മുഷിഞ്ഞ വസ്ത്രം തീർച്ചയായും നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. വീടുകളിൽ പല തിരക്കുകൾ കൊണ്ടും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും പലരും മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിടുന്നതാണ്, അഥവാ അലക്കുവാൻ സാധിക്കാതെ വരാം. എന്നാൽ ശിവരാത്രി ദിവസം ഒരിക്കലും ഇപ്രകാരം മുഷിഞ്ഞ വസ്ത്രങ്ങൾ വീടുകളിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അലക്കിയിടേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ അലക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശുദ്ധി വരുത്തുക. മറ്റൊന്ന് വിളക്കുമായി ബന്ധപ്പെട്ടാണ്. 2 നേരവും നിങ്ങൾ വിളക്ക് വയ്ക്കേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ചും ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്നതിന് ശേഷം വിളക്ക് തെളിയിക്കുന്നതും സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിക്കുന്നതും ശുഭകരമാണ്. വീടുകളിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം ഭഗവാനെ വണങ്ങി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഇരട്ടി ഫലദായകമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഇന്നേ ദിവസം 5 തിരിയിട്ട് അഥവാ ഭദ്രദീപം തെളിയിക്കുന്നതും നെയ്വിളക്ക് തെളിയിക്കുന്നതും അത്രമേൽ ശുഭകരമാണ്. സാധിക്കുന്ന ഏവരും അപ്രകാരം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായ കാര്യമുണ്ട്. അത് ദേഷ്യമാണ്. പല കാര്യങ്ങൾ കൊണ്ടും വ്യക്തികൾക്ക് ദേഷ്യം വരാം. അനാവശ്യമായ വാക്ക് തർക്കങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതായ ഒരു കാര്യവും ചെയ്യുവാൻ പാടുള്ളതല്ല. നിങ്ങളുടെ മാതാപിതാക്കളെ, മുതിർന്നവരെ, കുട്ടികളെ, സ്ത്രീകളെ തീർച്ചയായും നിങ്ങൾ ബഹുമാനിക്കേണ്ടത് അനിവാര്യമാണ്. ഒരിക്കലും ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല. അത് ശിവകോപം വരുത്തി വയ്ക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഭഗവാന്റെ കോപത്താൽ ആ വ്യക്തികൾക്ക് തിരിച്ചടികൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. വ്രതം എടുക്കാത്തവരാണ് നിങ്ങൾ എങ്കിൽ ഒരിക്കലും നിറവയർ ആഹാരം കഴിക്കുവാൻ പാടുള്ളതല്ല. അത് ദോഷകരമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. കൂടാതെ മത്സ്യം, മാംസം, ലഹരി പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായ ദിവസം കൂടിയാണ് ഇത്. സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണർന്ന് കുളിക്കേണ്ടത് അനിവാര്യമാണ്. രാവിലെ 8 മണിക്ക് മുൻപായി നിർബന്ധമായും നിങ്ങൾ കുളിക്കണം. എന്നാൽ സൂര്യോദയത്തിന് മുൻപ് കുളിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ആ വീടുകളിൽ തീർച്ചയായും കൂടുതൽ കാര്യങ്ങൾ അനുകൂലമായി തീരാം. നിങ്ങളിൽ കൂടുതലായി പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതാണ്. മുതിർന്നവരെ തീർച്ചയായും നിങ്ങൾ ബഹുമാനിക്കേണ്ടത് അനിവാര്യമാണ്. മുൻപ് പരാമർശിച്ചിരിക്കുന്നതായ കാര്യമാകുന്നു. മറ്റൊരു കാര്യം കാക്കയുമായി ബന്ധപ്പെട്ടാണ്. കാക്കയ്ക്ക് ഇന്നേ ദിവസം ആഹാരം നൽകുന്നത് ഏറ്റവും ശുഭകരമാണ്. പിതൃക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ ഒരു പക്ഷി എന്ന പ്രത്യേകത കാക്കയ്ക്കുണ്ട്. അതിനാൽ കാക്കയെ ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല.
കൂടാതെ കാക്കയ്ക്ക് ഇന്നേ ദിവസം ആഹാരം നിങ്ങൾ നൽകുകയും കാക്ക അത് സ്വീകരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് അത്രമേൽ ശുഭകരവുമാണ്. കൂടാതെ കാക്കയ്ക്ക് ആഹാരം നൽകുമ്പോൾ ജലം കൂടി കാക്കയ്ക്ക് നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിതൃപ്രീതി നിങ്ങളിൽ വർദ്ധിക്കും. മൃഗങ്ങളെ, പക്ഷികളെ ഒരിക്കലും നിങ്ങൾ ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല. അത് ശിവകോപം വരുന്നതിന് കാരണമായി തീരും എന്നതാണ് വാസ്തവം. പ്രകൃതിക്ക് നാശം അഥവാ ദോഷം സംഭവിക്കുന്നതായ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ പ്രവർത്തിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷകരമായി തീരും. ശിവകോപം വർദ്ധിക്കുന്നതിനോ അല്ലെങ്കിൽ വന്നു ചേരുന്നതിനോ അത് കാരണമായി തീരും. കൂടാതെ സ്ത്രീകളെ, കുട്ടികളെ കുറിച്ച് മോശമായി ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ശിവകോപം വന്നു ചേരുന്നതിന് കാരണമായി തീരും. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ അത് പ്രതികൂലമായി പ്രതിഫലിക്കുന്നതിന് കാരണമായി തീരും. പല രീതിയിലുള്ള ദോഷകരമായ കാര്യങ്ങൾ വന്നു ചേരാം. നിർഭാഗ്യം നിങ്ങളെ വേട്ടയാടാം. അനാവശ്യമായ ചിന്തകൾ, തെറ്റായ ചിന്തകൾ ഒരിക്കലും പാടുള്ളതല്ല. മനഃശുദ്ധി അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മനഃശുദ്ധിയോടെ തന്നെ ഇരിക്കേണ്ടത് അനിവാര്യമാണ്. അനാവശ്യമായ ചിന്തകൾ, അത്തരം ചിന്തകൾ വരാൻ നിങ്ങൾ അനുവദിക്കുവാൻ പാടുള്ളതല്ല. ഉടനെ തന്നെ ശിവചിന്തകൾ, ശിവമന്ത്രങ്ങൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ഉടനെ ശിവമന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കുക. മാറ്റങ്ങൾ വന്നു ചേരും. പഴകിയ ആഹാരം വീടുകളിൽ വയ്ക്കുകയോ കഴിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. തീർച്ചയായും ഒഴിവാക്കേണ്ടതായ കാര്യമാകുന്നു. കൂടാതെ മുൻപ് പരാമർശിച്ച പോലെ തന്നെ മത്സ്യം, മാംസം, ലഹരി ഒരിക്കലും വീടുകളിൽ കൊണ്ടുവരികയോ ഉപയോഗിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. ഈ കാര്യത്തിനും പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ വ്രതത്തിന്റെ പൂർണ്ണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഭഗവാന്റെ അനുഗ്രഹം ആ വീടുകളിൽ നിറയും.